അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പീസ് റേഡിയോ എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി ഒരുപാട് അനുഭവങ്ങൾ പകർന്നു തന്ന, ഒരുപാട് തിരുത്തുകൾ ജീവിതത്തിൽ നിർദ്ദേശിച്ച ഒരു സംവിധാനമാണ്. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് വളരെ പ്രായം ചെന്ന ഒരു ഉമ്മയുമായി സംസാരിക്കാനൊരു അവസരമുണ്ടായി. അവരുടെ 5-8 റൂമുകളുള്ള വീട്ടിൽ അവർ തനിച്ചാണ്. മക്കളും മരുമക്കളും എല്ലാം അവരുടേതായ സ്പേസുകളിലാണ് അവരുള്ളത്. ഈ മക്കളും മരുമക്കളുമൊക്കെ അവരുടെ കാര്യത്തിൽ വളരെ കെയറിംഗ് ആണ്, അല്ലെന്ന് ഞാൻ പറയുന്നില്ല. അവരെന്നെ കേൾക്കാൻ സ്വാഭാവികമായും സാധ്യതയുള്ളവരാണ്. പക്ഷേ ഉമ്മാക്ക് ഈ വീട് ഏറ്റവും പ്രിയപ്പെട്ടതായതുകൊണ്ട് ഉപ്പ ഉണ്ടായിരുന്ന ഈ വീട്ടിൽ ശിഷ്ടകാലം ഇവിടെ തന്നെ വേണമെന്ന നിലക്ക് അവർ കഴിഞ്ഞുകൂടുകയാണ്. എന്നാൽ ആ ഒരു സ്ത്രീയെക്കുറിച്ച് ആലോചിച്ചപ്പോൾ, ആ വയോധികയെക്കുറിച്ച് ആലോചിച്ചപ്പോൾ, ആ വീട്ടിൽ അവരൊന്ന് ആർത്ത് വിളിച്ചാൽ ആരും കേൾക്കാനില്ലാത്ത ഒരു ഇടമാണത്. ഒരു സെർവൻ്റ് സെർവൻ്റ് പക്ഷേ സുഖമില്ലാതെ അവരുടെ വീട്ടിലാണ്. ഇന്ന് പെരുന്നാളാണ്. നമ്മുടെയൊക്കെ ബഹളങ്ങൾക്കിടയിൽ ശാന്തമായി തനിയെ ഇങ്ങനെ ഇരിക്കുന്ന, നമ്മുടെ സന്തോഷങ്ങളൊക്കെ നോക്കിക്കാണുന്ന പ്രായം ചെന്ന മാതാപിതാക്കൾ നമ്മുടെയൊക്കെ വീട്ടിലുണ്ടാകും. നമ്മൾ ചിലപ്പോൾ ടൂറിനെക്കുറിച്ച് ഗൗരവത്തിൽ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. നമ്മുടെ ടൂറിന് വരണോ എന്നവരോട് ചോദിക്കുന്നു. കുളു മണാലിയിലേക്കൊരു ദീർഘയാത്ര പ്ലാൻ ചെയ്തുകൊണ്ട് വീട്ടിലെ സ്റ്റെപ്പ് തന്നെ ഇറങ്ങാൻ കഴിയാത്ത, അത് കഴിയാത്തതുകൊണ്ട് പള്ളിയിലേക്ക് തന്നെ പോകാൻ പറ്റാത്ത ഉപ്പയോട് നിങ്ങൾ കുളു മണാലിയിലേക്ക് വരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കതുണ്ടാവില്ലല്ലോ. അതുകൊണ്ട് നമ്മുടെ ആഘോഷങ്ങളെ അവരുടെ ഒരു ഫ്രെയിമിലേക്ക് കൂടി ചിന്തിക്കുക. അവരുടെ ഫ്രെയിമിലേക്ക് ചുരുങ്ങി നമ്മുടെ കുട്ടികളുടെയും കുടുംബത്തിൻ്റെയും ആഘോഷങ്ങളെ മൊത്തം വേറൊരു ലെവലിലേക്ക് കൊണ്ടുപോകണം എന്നൊന്നും ഞാൻ പറയുന്നില്ല. വീട്ടിലെ ഏതോ ഒരു വ്യക്തിക്ക് ഉണക്കമീനും ചോറും മോരുകറിയും മാത്രമേ പറ്റൂ എന്നതുകൊണ്ട് വീട്ടിൽ വേറെ ഒന്നും വേണ്ട, വേറെ ഒരു വിഭവവും വേണ്ട എന്ന് തീരുമാനിക്കുന്ന വീടുകളൊക്കെ ഉണ്ട്. കഴിഞ്ഞ പെരുന്നാളിനൊരു കുട്ടി എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു. എൻ്റെ ഉപ്പാനോട് എനിക്ക് ബിരിയാണി വാങ്ങിത്തരണം എന്ന് പറയാൻ ആവശ്യപ്പെട്ടുകൊണ്ട്. ഞാൻ പറയുന്നത്, അങ്ങനെയൊന്നുമില്ലെങ്കിലും നമുക്ക് നമ്മുടെ പ്രായമായ മാതാപിതാക്കളെയും പരിഗണിക്കണം. അവർക്ക് ഡ്രസ്സ് വേണം, അവരോട് പെരുന്നാൾ ആശംസകൾ പറയണം, അവരുടെ കൂടെ കുറച്ചു നേരം ഇരിക്കാൻ, കുടുംബത്തിൻ്റെ കൂടെ ഒന്ന് ഒഴിഞ്ഞിരിക്കണം എന്ന വികാരം മാതാപിതാക്കളുടെ കൂടെ കൂടി ഒഴിഞ്ഞിരിക്കാൻ എനിക്കും നിങ്ങൾക്കും നമുക്കെല്ലാവർക്കും ഈ ഒരു ദിവസത്തിൽ സാധിക്കുകയാണെങ്കിൽ അത് വലിയൊരു കാര്യമായിരിക്കും. അവർക്ക് ഒരുപാട് വലിയ സ്വപ്നങ്ങളൊന്നുമില്ല. അവരുടെ സ്വപ്നങ്ങൾ നമ്മുടെ സ്വപ്നങ്ങളെ പോലെയല്ല. അത് നമ്മൾ ഉൾക്കൊള്ളണം. അവരുടെ സ്വപ്നങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ, അവരുടെ നിലവാരത്തിലേക്ക് ഒരുപക്ഷെ താഴോട്ട് ഇറങ്ങിച്ചെല്ലാൻ നമുക്കത് ഇറങ്ങിച്ചെല്ലായിരിക്കും. എന്നാൽ അള്ളാഹുവിൻ്റെ അടുത്ത് അത് ഉയർച്ചയായിരിക്കും. കാരണം വളരെ കൃത്യമായി ഇസ്ലാമികമായി പറയുമ്പോൾ നമുക്ക് പറയാൻ പറ്റും, ലൈസ മിന്നാ മല്ലം ഇർഹം സഗീറന വലം യുവക്കർ കബീറന. നമ്മുടെ കൂട്ടത്തിലെ മുതിർന്നവരെ ബഹുമാനിക്കാത്തവരും ചെറിയ കുട്ടികളെ കാരുണ്യം കാണിക്കാത്തവരും നമ്മിൽപ്പെട്ടവരല്ല എന്നാണ്. മാത്രമല്ല അള്ളാഹുവിൻ്റെ ദീനിൻ്റെ വശമാണ് ഒരു മുടി നരച്ചുപോയ മനുഷ്യനെ ആദരിക്കൽ എന്നത്. അബൂദാവൂദ് ഉദ്ധരിച്ച ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പഠിപ്പിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് ഈ ദിനം അവർക്ക് കൂടിയുള്ളതാണ്. അവർ കൂടി ആദരിക്കാനും ബഹുമാനിക്കാനും നമുക്ക് സമയമുണ്ടാകട്ടെ. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ബാറകല്ലാഹു ഫീക്കും ജമിഅൻ. തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും.